സെയിം ഇൻഫർമേഷൻ, 2 words, ടോട്ടലി ഡിഫറെൻറ്റ് ഡിസിഷൻ. എങ്ങനെയാണെന്നറിയോ? ഞാനൊരു സ്റ്റോക്ക് 90% സക്സസ് റേറ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഞാൻ ആ സ്റ്റോക്കിന് 10% ഫെയിലിയർ റേറ്റ് ആണെന്ന് പറഞ്ഞാൽ യു വിൽ റൺ അവേ. എന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിച്ചത്? ഞാൻ റെക്കമെൻഡ് ചെയ്തത് സെയിം സ്റ്റോക്കാണ്. സോ ദിസ് ഈസ് നോട്ട് മാർക്കറ്റ് ലോജിക്, ദിസ് ഈസ് യുവർ ബ്രെയിൻ സ്റ്റേറ്റ്. ബിഹേവിയറൽ ഫിനാൻസിന് ഇതിനെ പറയുന്നതാണ് ഫ്രെയിമിംഗ് എഫക്റ്റ്. ആളുകൾ പലപ്പോഴും ഡിസിഷൻ എടുക്കുന്നത് ഫാക്ട്സ് നോക്കിയിട്ടല്ല, ആ ഫാക്ട്സ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു നോക്കിയിട്ടാണ്. ബിക്കോസ് ഡെയിലി ലൈഫ് എക്സാമ്പിൾ ഒരു ഡോക്ടർ ചിലപ്പോൾ ഒരു സർജറിക്ക് 90% സക്സസ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന് 10% ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാനിക്കായി പോകും. സെയിം ഡാറ്റയാണ്, ഡിഫറെൻറ്റ് ഡിസിഷൻ. ഞാൻ ആ സെയിം ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്ത ഫ്രെയിം ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലും ഫൈനാൻസിങ് ഡിസിഷനിലും സ്റ്റോക്ക് മാർക്കറ്റ് ഡിസിഷനിലും എല്ലാം ആപ്ലിക്കബിൾ ആണ്. ബിക്കോസ് നമ്മൾ ട്രഡീഷണൽ ഫൈനാൻസിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കും. ഒരുപാട് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, APT, ആർബിട്രേജ് പ്രൈസിംഗ് തിയറി, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, തിയറി. ദീസ് ഓൾ തിയറീസ് ആർ ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻസ്. ഈ അസംഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ബിഹേവിയറൽ ഫിനാൻസ് വരുന്നത്. അതായത് ഈ ട്രഡീഷണൽ ഫിനാൻസിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിനാൻസിൻ്റെ അസംഷൻസ് മാത്രമല്ല, അവിടെ ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസ് കൂടി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡിസിഷനെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുകൂടി ഓർമ്മ വയ്ക്കുക. ജസ്റ്റ് ഡോണ്ട് ആസ്ക് വാട്ട് ഇസ് ഷോൺ, ആസ്ക് ഹൗ ഇറ്റ്സ് ഫ്രെയിംഡ്. ഓക്കെ.